കേരള സമൂഹവും ശാസ്ത്രബോധവും എന്ന വിഷയമാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് കേരള സമൂഹം, മറ്റേത് ശാസ്ത്രബോധം. 62ാം സംസ്ഥാന സമ്മേളനം വരികയാണ്. കഴിഞ്ഞ 61 വർഷമായിട്ട് നിരന്തരം ഈ ശാസ്ത്രബോധം സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ. സ്വാഭാവികമായിട്ടും ആ സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ക്ലാസ്സിൽ വന്നിട്ട് ശാസ്ത്രബോധം എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കുന്നത് ശരിയായ രീതിയായിരിക്കും. അതുകൊണ്ട് ശാസ്ത്രബോധം എന്താണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് എന്ന അനുമാനത്തിലാണ് ഞാൻ സംസാരിച്ച് തുടങ്ങുന്നത്. പലപ്പോഴും ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേദികളെല്ലാം തന്നെ ശാസ്ത്രത്തിൻ്റെ രീതിയെയാണ് ആളുകൾ വിശദീകരിക്കുക. അറിവ് നേടേണ്ട രീതി, അറിവ് സ്വായത്തമാക്കേണ്ടത് എങ്ങനെ, പരീക്ഷണ നിരീക്ഷണങ്ങളോട് അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് സംസാരിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു സാമൂഹികമായി ഇടപെടുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സംസാരിക്കേണ്ടത് ചോദ്യം ചോദിക്കാനുള്ള ശക്തി പകരാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണെന്ന് തോന്നുന്നു. കാരണം ഈ കാലം ചോദ്യങ്ങളെ ഒഴിവാക്കുന്ന കാലമാണ്. അപ്പം അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള ആർജവം മനുഷ്യരിലുണ്ടാവുന്ന പ്രവർത്തനമാണ് ഒരുപക്ഷെ നമ്മുടേതുപോലുള്ള സംഘടനകൾ ഏറ്റവും ശക്തമായി ഇടപെട്ടുകൊണ്ട് നടത്തേണ്ടത്. ചോദ്യങ്ങൾ ചോദിക്കുക, ആളുകൾ പറയുന്ന കാര്യത്തിന് തെളിവുകൾ തേടുക, നിങ്ങൾ പറഞ്ഞതിനുള്ള തെളിവ് എന്താണ് എന്ന് ചോദിക്കുക, പുതിയ രൂപത്തിൽ വരുന്ന പഴയതും പുതിയതുമായ അന്ധവിശ്വാസങ്ങളെ ചെറുത്തു തോൽപ്പിക്കുക. എനിക്ക് തോന്നുന്നു ഈ 3 രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അതിന് നമ്മൾ സ്വായത്തമാക്കേണ്ട ബോധം, ആ തരത്തിലേക്ക് നമ്മൾ ശാസ്ത്രബോധത്തെ തന്നെ ഒന്ന് പുനർനിർവചിക്കേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ശാസ്ത്രബോധത്തിനുള്ള പ്രധാന വെല്ലുവിളി നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണാണ്. ആ സ്മാർട്ട് ഫോണിൽ ഉള്ള വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ചും ഞാൻ ഉൾപ്പെടുന്ന 40 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഉൾപ്പെടുന്ന തലമുറ നേരിടുന്ന പ്രധാന പ്രശ്നം ആ ടെക്നോളജിയെ നമുക്കിതുവരെ സ്വായത്തമാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിനെ വരുതിയിലാക്കാനുള്ള സാമർഥ്യം ഉള്ള ഒരു തലമുറയല്ല നമ്മുടെ. അതേസമയം നമ്മൾ കഴിഞ്ഞു വന്ന തലമുറ അങ്ങനെയല്ല. നമ്മൾ കഴിഞ്ഞു വന്ന തലമുറയെക്കുറിച്ച് പൊതുവിൽ നമ്മൾ പറയുന്നത് അവർ പത്രം വായിക്കില്ല, അവർ ആനുകാലികങ്ങൾ വായിക്കില്ല, അവർ എന്താ പറയുക, ടി വിയിലെ ചർച്ചയെന്ന് പേരിട്ട് വിളിക്കുന്ന ആഭാസത്തരം കാണാൻ നിൽക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പരാതി. പക്ഷെ അവർ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്, അവർ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. അത് ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങളുടെ ഇടപെടലിലൂടെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ എന്തും നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഞാൻ ഇപ്പം 40-ന് മുകളിലായിട്ട് നിന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ തലമുറയ്ക്ക് ആ ടെക്നോളജിയെ വരുതിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയ കാലത്ത് ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ടെക്നോളജികളെ വരുതിയിലാക്കേണ്ടത് എന്ന ധാരണ കൂടി ആളുകൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രമേ ശാസ്ത്രബോധം പൂർണ്ണമാവുകയുള്ളൂ. കാരണം പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ അടുത്തേക്ക് എത്തുന്ന വിവരങ്ങളിൽ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ എൻജിനീയർഡായിട്ടാണ് ഈ വിവരങ്ങളെല്ലാം കാണുന്നത്. അപ്പം അത് ഞാൻ വീണ്ടും എന്താ പറയുക, പലകുറി ആവർത്തിച്ച കാര്യങ്ങൾ പറയുന്നത്, അന്ധവിശ്വാസങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പലവിധ അന്ധവിശ്വാസമുണ്ട്. പക്ഷേ പുതിയ കാലഘട്ടത്തിലെ അന്ധവിശ്വാസം കുറച്ചുകൂടി വ്യത്യാസമാണ്. അതിൽ കുറേ സയൻറ്റിഫിക് ടേംസ് ഉണ്ട്. ടെർമിനോളജിയാണ് ഒരു പ്രധാന. ആ ടെർമിനോളജി വെച്ചാണ് പുതിയ കാലഘട്ടത്തിലെ വാട്സപ്പ് ഫോർവേഡുകളുടെ എല്ലാം കളികൾ. ആ ടെർമിനോളജി പൊതുവിൽ നമുക്ക് പരിചിതമായിരിക്കും. നമ്മൾ സ്കൂൾ അല്ലെങ്കിൽ +2 കാലഘട്ടത്തിൽ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിരുന്ന, നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് ഈ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കുക എന്ന് പറയുന്ന രീതിയിൽ പണ്ട് വിശ്വസിച്ചിരുന്ന പലതിനും ഒരു ശാസ്ത്രീയ അടിത്തറയുണ്ട്
എന്ന് സ്ഥാപിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ വരുന്ന ഈ മെസ്സേജ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം പറഞ്ഞു പെട്ടെന്ന്. ഇപ്പോൾ പണ്ട് 4 വരി കവിത പോലെയാണ് ഞാനൊക്കെ കേട്ടിട്ടുള്ളത്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ തല എങ്ങോട്ട് വെച്ച് കിടക്കണം എന്നതിനെ പറ്റി ഒരു 4 വരി കവിത എല്ലാവരും കേട്ടിട്ടുണ്ട്. അന്നത് അങ്ങനെ മതിയായിരുന്നു. ഇന്ന് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇരുമ്പ്, രക്തത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട്. ഈ രക്തത്തിൽ ഇരുമ്പിന്റെ അംശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കതിന് എന്തില്ല, വിരോധമില്ല. രക്തത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടെന്ന് നമുക്കറിയാം. ഇരുമ്പ് ഒരു കാന്തികമണ്ഡലത്തിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 വരി ആദ്യം എഴുതി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തും പറയാൻ എളുപ്പം. പിന്നെ അടുത്ത വരി, അതുകൊണ്ടാണ് വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പറയുന്നത്. പെട്ടെന്ന് ആദ്യം വിശ്വാസമായിരുന്നത്, ആദ്യം വെറുതെ വായ്ത്താരി പോലെ പറഞ്ഞിരുന്നത്, പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഏതോ ശാസ്ത്രസത്യം പറയുന്ന രീതിയിൽ നമ്മുടെ എല്ലാം വാട്സപ്പിലേക്ക് വരാൻ തയ്യാറായിട്ടുള്ള ഒരു എഞ്ചിനീയറുടെ മെസ്സേജ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോ? രക്തത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട്. ഇരുമ്പ് കാന്തികമണ്ഡലത്തിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും ആകർഷിക്കപ്പെടും. ഈ രക്തത്തിൽ ഇരുമ്പ് ആകർഷിക്കപ്പെടുമോ എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ല. ആ ചോദ്യം ആരും ചോദിക്കൂല. പക്ഷെ ഏതോ ഘട്ടത്തിൽ വെച്ചിട്ട് നമ്മുടെ സാമാന്യ ബോധം ഈ വിഷയത്തിലൊക്കെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വടക്കോട്ട് തലവെച്ച് കിടക്കരുത് എന്ന് പൂർവികർ പറഞ്ഞിരുന്നതിന് പിന്നിൽ ഒരു ശാസ്ത്രീയ സത്യമുണ്ട് എന്ന് നിങ്ങൾ അറിയാതെ പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടൊരു കുറ്റബോധത്തിന്റെ ഒരു തലം കൂടി സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരിക. അപ്പൊ നമ്മൾ ആലോചിക്കണം, പണ്ട് നമ്മൾ ഇതിനേക്ക് എതിർത്തിരുന്നതാണല്ലോ, ഇപ്പൊ അത് ശാസ്ത്രീയമായി തെളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ ധരിച്ച് പെട്ടുപോയേക്കും. അവിടെ നമ്മൾ നമ്മുടെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കുകയില്ല. ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി എത്രയാണെന്ന് ആരും ചോദിക്കില്ല. ആ മെസ്സേജിലും ഉണ്ടാവും. പക്ഷെ ഭൂമിക്ക് കാന്തിക മണ്ഡലം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കുക. ഇരുമ്പ് ആകർഷിക്കപ്പെടും എന്നുള്ള ശാസ്ത്രീയ സത്യം ഉപയോഗിക്കുക. രക്തത്തിൽ ഇരുമ്പിന്റെ അംശമുണ്ട് എന്ന് പറയുക. പക്ഷെ നമ്മൾ ചോദിക്കാൻ മറന്നു പോകുന്ന ചോദ്യം, വീട്ടിലെ ഫ്രിഡ്ജിന്റെ അടുത്ത് കിടക്കാമോ എന്നുള്ളതാണ്. വീട്ടിലെ ഫ്രിഡ്ജിന്റെ അടുത്തോട് തലവെച്ച് കിടക്കാമോ? കാരണം അതിനകത്തുള്ള കാന്തിക മണ്ഡലത്തിന്റെ ശക്തി തൽക്കാലത്തേക്ക് ഭൂമിയുടെ കാന്തിക മണ്ഡലം നിങ്ങളുടെ തലച്ചോറിൽ ആ പ്രഭാവം ഉണ്ടാവില്ല. പക്ഷെ ഈ ചോദ്യം ചോദിക്കാൻ നമ്മൾ തയ്യാറാവില്ല എന്നുള്ള സ്ഥലത്താണ് പുതിയ കാലഘട്ടത്തിൽ ടെക്നോളജി നമ്മളെ ചില പ്രശ്നങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു. എന്തായാലും അവിടെ നിൽക്കട്ടെ, ഞാൻ ശാസ്ത്രബോധം പുതിയ കാലഘട്ടത്തിൽ മാറ്റി നിർവചിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയാൻ വേണ്ടി കൂടിയാണ് ഇത് പറഞ്ഞത്. കാരണം ഒരുപക്ഷെ നമ്മുടെ തലമുറ ആയിരിക്കും അവസാനമായിട്ട് പത്രം വായിക്കുന്ന തലമുറ. പുതിയ തലമുറ പത്രമൊന്നും അങ്ങനെ വായിക്കുന്നില്ല. അവർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ മറ്റ് പല മാർഗങ്ങളുണ്ട്. അത് അവരുടെ കുറ്റമല്ല. നമ്മള് ഇതൊരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. നമ്മുടെ ഈ തലമുറ മാറ്റത്തിന്റെ പ്രശ്നങ്ങളിലൊന്നാണ്. ഈ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നവരോട് നമുക്ക് ചെറിയ ഈർഷ്യയൊക്കെ ഉണ്ടെന്ന്. ഒരുപക്ഷെ നമുക്ക് വരുതിയിലാക്കാൻ പറ്റാത്തതും അവർ വരുതിയിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്ന്. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അവരെക്കുറിച്ച് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് എൻ്റെ പക്ഷം. എന്നോട് യോജിക്കാൻ വിയോജിക്കും. അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും. ഏതായാലും അവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ഓടില്ല. ഗൂഗിളിൽ കണ്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരു കുട്ടിയോട് ഒരു വിവരം പറഞ്ഞാൽ അതവൻ അതേപടി എടുത്ത് അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യൊന്നുമില്ല. അവന് കുറച്ചുകൂടി കൃത്യമായ ചില ധാരണകളുണ്ട്, നമുക്കില്ലാതെ പോയ ചില ധാരണകൾ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ കേരള സമൂഹത്തിലെ ശാസ്ത്രബോധത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. കേരള സമൂഹത്തിൽ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര അഭിമാനകരമായ പല നേട്ടങ്ങളും കൈവരിച്ചൊരു സംസ്ഥാനമാണ്. നമ്മൾ പൊതുവിൽ സംസാരിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാമെന്ന് വിചാരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇന്ന് അഭിമാനം കൊള്ളുന്ന ഈ നേട്ടങ്ങളൊക്കെ സാധ്യമായത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ പൊതുവിലുണ്ടാകും.
ഇപ്പോൾ നമ്മൾ പറയുന്നത് പണ്ട് മുതലേ കേരളം എന്തായിരുന്നു അല്ലേ? ഭയങ്കര പുരോഗമനപരമായ ആശയങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ പുതിയ ഒരു നറേറ്റീവ് അതാണ്. അത് പണ്ട് മുതലേ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. അല്ലാതെ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച മനുഷ്യരെക്കുറിച്ച്, അവരനുഭവിച്ച വേദനകളെക്കുറിച്ച്, ആ കാലഘട്ടത്തിൽ നടന്ന സമരങ്ങളെക്കുറിച്ച്, അതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഒന്നും ഇന്ന് പൊതുവിൽ ചർച്ചയുണ്ടാവാറില്ല. ഇന്ന് കേരള സമൂഹത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ കൂടി സംസാരിക്കണ്ടേ എന്നാണ് എൻ്റെ സംശയം. 19-ാം നൂറ്റാണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലവിധ വർണ്ണാഭമായ അന്ധവിശ്വാസങ്ങൾ കൊണ്ടും ജാതി വ്യവസ്ഥ കൊണ്ടും ശിഥിലീകരിച്ച ഒരു സമൂഹമായിരുന്നു കേരള സമൂഹം. അവിടെ നിന്ന് എങ്ങനെയാണ് ഇന്ന് നമ്മൾ ഈ എടുത്തു പറയുന്ന സാക്ഷരത, പുരോഗമന ആശയങ്ങളോടുള്ള ആഭിമുഖ്യം, പിന്നെ മറ്റൊന്ന് ആരോഗ്യ പരിപാലനത്തിലെ മികവ്, ആരോഗ്യ പരിപാലന സംവിധാനങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വലിയ അഭിമാനമാണ്. ഇതൊക്കെ പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നൊരു നറേറ്റീവ് ഈ പുതിയ കാലത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. എന്തിനേറെ ലിംഗനീതിയെക്കുറിച്ച് വരെ പുതിയ നിർവചനങ്ങൾ ഓരോ ദിവസവും നമ്മൾ നോക്കിയാൽ ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങളിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഈ ചർച്ചയൊക്കെ നടക്കുന്ന അവിടെയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രായത്തിലുള്ളവരെല്ലാം ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് വന്ന തലമുറ ഇൻസ്റ്റഗ്രാമിലും അതിനപ്പുറത്തേക്കുള്ള പുതിയ സ്നാപ്പ് ചാറ്റിലും ഒക്കെ ആയിട്ട് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്കാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഏകദേശ പിക്ചർ ക്ലിയർ ആകും. സ്നാപ്ചാറ്റ് എനിക്ക് തോന്നുന്നു കേട്ടിട്ടേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ ഫോണിൽ കണ്ടിട്ടുണ്ടാകും. സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കണം ഇവിടെ ഇരിക്കുന്നവർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുന്നിലിരിക്കുന്ന അനിരുദ്ധിനെ പോലുള്ള ആളുകളെ ഞാൻ എന്താ പറയുക, ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഇന്ന് കാണുന്ന ഈ കേരള സമൂഹം ഉണ്ടായതെങ്ങനെ, എന്താണ് ഇതിന് അടിത്തറയായത് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് കേരള സമൂഹത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും? അപ്പം എന്ന് കരുതി ഞാൻ 19-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ സംസാരിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും ഓരോ ഘട്ടത്തിലും എങ്ങനെയാണ് കേരള സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത് എന്നുള്ളതിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാവേണ്ടതുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ നാരായണ ഗുരു എന്തിനെയാണ് തകർക്കാൻ ശ്രമിച്ചത്? എന്ത് തരം ബോധത്തെയാണ് നാരായണ ഗുരു ആക്രമിച്ചത്? അതിനെക്കുറിച്ചൊരു ചർച്ച ഉണ്ടാവുന്നുണ്ടോ? ഒരുപക്ഷെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മതഭേദങ്ങളെ വളരെ കൃത്യമായി പൊളിക്കുന്ന ഒരു വാക്യമാണ് ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന്. അതുകൊണ്ട് ഗുരു ഒരു ജാതിവാദിയോ മതവാദിയോ ആണ് എന്ന് വിശ്വസിച്ചാൽ അതിൽ പരം അബദ്ധം ഇനി പറ്റാനില്ല. കാരണം അതേ ഗുരുവിൻ്റെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറയാൻ സഹോദരൻ അയ്യപ്പന് കഴിഞ്ഞത്. എൻ്റെ നാട്ടിൽ നിന്നാണ് സഹോദരൻ എന്ന പത്രം പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഞാൻ മട്ടാഞ്ചേരിക്കാരനാണ്. മട്ടാഞ്ചേരിയിലാണ് എൻ്റെ വിദ്യാഭ്യാസവും വളർച്ചയും. അപ്പോൾ ഗുരുവിനെ കുറിച്ചുള്ള ചർച്ചകളില്ല, അയ്യപ്പനെ കുറിച്ചുള്ള ചർച്ചകളില്ല, ചരിത്രവും വിദ്യാഭ്യാസവും എല്ലാം എല്ലാവർക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് ചർച്ചകളില്ല. മാറ്റി നിർത്തപ്പെട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് നടന്നു കയറിയ അയ്യങ്കാളിയെ കുറിച്ചുള്ള ചർച്ചയില്ല. ഇവരെല്ലാം എന്തൊക്കെയാണ് കേരള സമൂഹത്തിന് നേടിത്തന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയില്ല. അവരെല്ലാവരും ഇന്ന് ഒന്നില്ലെങ്കിൽ ചുവരിൽ തൂക്കാനുള്ള ഫോട്ടോയാണ്, അല്ലെങ്കിൽ നാൽക്കവലുകൾ അലങ്കരിക്കാനുള്ള സിമന്റ് ശില്പങ്ങളാണ്. അപ്പൊ ഈ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ വളരെ ബഹുമാനാർത്ഥം തുടങ്ങിയതാണെങ്കിലും ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു തലത്തിൽ നിന്നും ഇവരെല്ലാം കേവലം പേരുകൾ മാത്രമായി ചുരുക്കിയ ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം ഉള്ളത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.
അവരുയർത്തിയ ആശയം എന്താണ്? അവർ എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത്? എന്തിനെയൊക്കെയാണ് അവർ എതിർത്തിരുന്നത്? ഇത്തരം ചർച്ചകൾ ഇന്ന് സാധ്യമല്ലാതായിരിക്കും. ഇവരിൽ ചിലരെയെല്ലാം നമ്മൾ ഒരിക്കലും കാണാത്ത ചില പോസ്റ്ററുകളിലൊക്കെ കണ്ടു തുടങ്ങി. ഒരു കാരണവശാലും ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ അവർ ഒരു കാരണവശാലും പോയി നിൽക്കാത്ത ഇടങ്ങളിലാണ് ഇന്ന് ഇവരുടെ എല്ലാം ചിത്രങ്ങൾ നമ്മൾ കാണുന്നത്. ഇത് ഒരു വശം. ഇങ്ങനെ ഒട്ടേറെ മനുഷ്യർ. അതേസമയം ജാതിഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ സവർണനെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന മനുഷ്യരിൽ നിന്നും 64 അടി വരെ മാറി നിൽക്കേണ്ടിയിരുന്ന മനുഷ്യരെ അവർക്ക് പൊതുവഴി ഉപയോഗിക്കാനുള്ള അവകാശം സ്വായത്തമാക്കാൻ വേണ്ടി നടന്ന സമരങ്ങളുണ്ട് കേരളത്തിൽ. 500 ദിവസത്തോളം നടന്ന വൈക്കം സത്യാഗ്രഹം. കുഞ്ഞാപ്പി എന്നും ബാഹുലയിൽ നിന്നും ഗോവിന്ദപ്പണിക്കരെന്നും പേരുള്ള 3 യുവാക്കൾ ക്ഷേത്രനടയിലേക്ക് നടന്ന് ഈ തീണ്ടമ്പലകയുണ്ട് അതും കടന്ന് മുന്നോട്ട് വരികയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്ത തീയതി മുതൽ പിന്നീട് അങ്ങോട്ട് 160 ദിവസം കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സമരം ഈ മണ്ണിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടി ഫലമാണ്, അതിൻ്റെ മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെയൊക്കെ കൂടി ഫലമാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന മതസൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം കേരളത്തിൽ സംജാതമായി. ഇനി ഇത് കഴിഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ വരുന്ന സോഷ്യലിസ്റ്റ് ധാരകളുണ്ട്, കമ്മ്യൂണിസ്റ്റ് ധാരകളുണ്ട്. ഞാൻ ഇതിനൊന്നും കാണാതെയല്ല സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതിനെല്ലാം തുടക്കം കുറിച്ച ചില സമരങ്ങളുണ്ട്. അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന മിശ്രഭോജനം പോലുള്ള സമരങ്ങളുണ്ട്. ഇതെല്ലാം കൂടി സ്വായത്തമാക്കിയ ഒരു അടിത്തറയുടെ മുകളിലാണ് നമ്മൾ ഇന്ന് ഉറ്റക്കൊള്ളുന്ന ഈ കേരള സമൂഹം പടുത്തുയർത്തി നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വന്ന ആശയധാരകളുടെ ഭാഗമായിട്ടാണ് കുറെ കൂടി പുരോഗമനപരമായി ചിന്തിക്കാൻ 70കളിലും 80കളിലും മനുഷ്യൻ തയ്യാറായത്. അതുകൊണ്ടാണ് പേരിൻ്റെ ഒപ്പം ജാതിവാദം ഉപേക്ഷിക്കാൻ കേരളത്തിൽ എല്ലാവരും തയ്യാറായത്. ഇന്ന് പക്ഷേ അതിനൊരു യു ടേൺ ആണ്. ഇന്ന് പേരിനൊപ്പം ജാതിവാദി വെച്ചില്ലെങ്കിലാണ് എന്തോ കുഴപ്പം. അതും സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് തിരിച്ചു വന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ പ്രിയപ്പെട്ട കവി ഇങ്ങനൊരു കവിത തന്നെ എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിൽ പഠിച്ചിരുന്ന പലരും സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ നായരും മേനോനും ഒക്കെ ആയി മാറിയ കാര്യം കവി സൂചിപ്പിച്ചു പോകുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ നമ്മളേറെ അഭിമാനത്തോടെ സംസാരിക്കുന്ന കേരള സമൂഹത്തിലെ നവോത്ഥാനം സാധ്യമാക്കിയ ഈ മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് പതുക്കെ ഇല്ലാതാവുന്നത്? അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാതാവുന്നുണ്ടോ? എനിക്ക് പ്രത്യേകമായി തോന്നിയ 2 മൂവ്മെൻറ്റുകളുണ്ട്. എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ. ഒന്ന് 30കളിൽ തുടങ്ങിയ യുക്തിവാദ സംഘം, അവരുടെ മാസിക, പിന്നീട് സ്വാഭാവികമായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഗ്രാമശാസ്ത്ര ക്ലാസ്സുകൾ. അങ്ങനെ മനുഷ്യരുടെ ജീവിത രീതി തന്നെ ശാസ്ത്രബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യർ സാധ്യമാക്കിയ ഒരു ബോധത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും മേളിലാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന സാക്ഷരതയായാലും ആരോഗ്യ പരിപാലനത്തിലെ മികവായാലും ലിംഗനീതിയായാലും ഇതെല്ലാമുള്ള ഈ കേരള സമൂഹം പടുത്തുയർത്തിയത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ന് ഈ വ്യത്യാസം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാകുന്നതെന്ന് സംസാരിക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം എന്ന് പറയാനാണ് ഞാൻ ഇതെല്ലാം സൂചിപ്പിച്ചത്. കാരണം ഈ കാലഘട്ടം ഇവരെല്ലാം മറക്കാൻ ആവശ്യപ്പെടുന്ന കാലഘട്ടം കൂടിയാണ്. അവരെന്തിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന കാലഘട്ടം കൂടിയാണ്. ഞാൻ നേരത്തെ അന്ധവിശ്വാസങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് പരിചയമുള്ള ചില വാക്കുകൾ ഉപയോഗിക്കുകയും എന്നാൽ അത്
ആ പറയുന്ന വാക്കുകൾ ഉൾക്കൊള്ളുന്ന ശാസ്ത്രമെന്ന് പറയുന്ന ഈ പഠന അല്ലെങ്കിൽ അറിവ് സമ്പാദന രീതി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ തള്ളിക്കളയുന്ന കാര്യങ്ങൾ പറയാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ രീതി അവിടെ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുകയല്ല. അത് ഈ കാലഘട്ടത്തിൽ ചരിത്രത്തെ വായിക്കുന്നതിലുണ്ട്. അപ്പൊ ചരിത്രത്തെ അങ്ങനെ വായിച്ചൂടെ എന്ന് ചോദിക്കാം. തീർച്ചയായും ചരിത്രം അങ്ങനെ വായിക്കപ്പെടേണ്ടത് തന്നെയാണ്, ചരിത്രം അപനിർമ്മിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്ന കേരള സമൂഹം ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ്. അറിവെന്ന് പറയുന്നത് സ്വായത്തമാക്കാൻ തടസ്സങ്ങൾ ഉണ്ടാവരുത് എന്ന് നമ്മൾ വിചാരിക്കുന്ന, കാരണം ഈ വിജ്ഞാന സമൂഹമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിവ് സ്വായത്തമാക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് എങ്ങനെയാണ് വിജ്ഞാന സമൂഹം ഉണ്ടാവുക? അല്ല, ശരിയല്ലേ? അത് ഞാൻ വളരെ ഏകപക്ഷീയമായി സംസാരിച്ച് പോകണമെന്ന് വിചാരിച്ച് ചോദിക്കല്ലോ. ഞാൻ നിങ്ങളുടെ അഭിപ്രായം കൂടി എത്താൻ വേണ്ടി ചോദിക്കാം. ഏകപക്ഷീയമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ സംസാരിച്ച കാര്യമില്ല. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അറിവ് എല്ലാവർക്കും കിട്ടണ്ടേ? ഞാൻ അറിവ് എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കേരളത്തിൽ നമുക്കത് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കുക അറിവ് സ്വായത്തമാക്കാൻ എന്ത് ബുദ്ധിമുട്ട്? സ്കൂളുകളെല്ലാം ഇല്ലേ കേരളത്തിൽ? എത്ര സർക്കാർ സ്കൂളുകളാണ് ഉള്ളത്? അതും കഴിഞ്ഞ ഒരു 5-6 വർഷത്തിൽ നമ്മുടെ സ്കൂളുകളുടെയൊക്കെ തലം തന്നെ മാറിപ്പോയിട്ടു. ഞാൻ ചോദിക്കുന്നത് അതിനെക്കുറിച്ചല്ല. പക്ഷേ ഈ സ്കൂളുകളിലുള്ള ഏതെങ്കിലും ഒരു ഫിസിക്സ് അധ്യാപകന് ഈ വർഷം ക്വാണ്ടം ഫിസിക്സിന്റെ വർഷം കൂടിയാണ്. അത് പരിഷത്ത് ആഘോഷിക്കുകയാണ്. ലൂക്കിയനെല്ലാം വലിയ ലേഖനങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പരിഷത്ത് മുന്നോട്ട് പോകണം. നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ള ഒരു സ്കൂൾ ഫിസിക്സ് അധ്യാപകന് മലയാളത്തിൽ തൻ്റെ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നുകയും അതിന് വേണ്ട ബോധന സാമഗ്രികൾ അന്വേഷിക്കുകയും ചെയ്താൽ കിട്ടുമോ? അറിവ് നേടാൻ ഒരു പ്രയാസവുമില്ല ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നൊരു തലമുറയുടെ വക്താക്കൾ കൂടിയാണ് നമ്മൾ. ഇല്ലേ, നമ്മൾ അങ്ങനെ കൂടി സംസാരിക്കില്ലേ? നമ്മൾ അങ്ങനെ പറയാറില്ലേ? എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അറിവ് നേടുക എന്ന് പറയുന്ന അത്രയും നമ്മൾ എനിക്കൊന്ന് പ്രായമാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം നമ്മൾ ഈ തിരിച്ചു ചെന്നിട്ടുന്ന എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പ്രയോഗിച്ചു തുടങ്ങുമ്പോഴാണ്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അന്നത്തെ മാതിരിയല്ല ഇന്ന് നിങ്ങളുടെ വിരൽ തുമ്പിൽ അല്ലേ? ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരു പ്രധാന വിശേഷണം കൂടി അതാണല്ലോ, വിരൽ തുമ്പിലാണ് അറിവ്. ആരുടെ വിരൽ തുമ്പിൽ? കേരളത്തിലെ സർക്കാർ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള പുതിയ ഗവേഷണങ്ങൾ വായിക്കണം എന്ന് താല്പര്യം തോന്നുന്നു. ഒരു ഗവേഷണ പ്രബന്ധം പുതിയ കാലത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കണം എന്ന് തോന്നുന്നു. കഴിയൂ? എന്തുകൊണ്ട് കഴിയില്ല? കാരണം ആ ഗവേഷണ പ്രബന്ധം ഇരിക്കുന്നത് ഒരു ജേർണലിന്റെ പേവോളിന്റെ പുറയിലാണ്. പൈസ കൊടുക്കും, എന്നാലേ ജേർണലിന്റെ കിളിവാതിൽ തുറക്കും. അപ്പൊ പ്രധാന ചോദ്യം ഈ അറിവ് ആരുടേതാണെന്ന് കൂടിയാണ്. ആരുടെയാണ് ഈ അറിവ്? ഞാൻ പറയും, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു പ്രധാന കാര്യം ഈ ശാസ്ത്രബോധമില്ലായ്മയുടെ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ ഒക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അറിവ് ജനങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടാണ് എന്നാണല്ലോ നമ്മൾ പറയുക. എന്നിട്ട് നമ്മൾ തന്നെ പറയും പുതിയ കാലഘട്ടത്തിൽ അറിവ് വിരൽത്തുമ്പിലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിലായിരിക്കണ്ടേ ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ കാലഘട്ടം? അങ്ങനെയല്ലല്ലോ. അമേരിക്കൻ നിയമനിർമ്മാണ സഭയിൽ പോയി തൻ്റെ പെട്ടിയിൽ നിന്നും വീണ മറ്റേ മഞ്ഞിന്റെ 2 ഉരുള കാട്ടിയിട്ട് എന്താ പറയാ, ഗ്ലോബൽ വാർമിംഗ് ഇല്ല എന്ന് പറയുന്ന ആളുടെ വിവരം നമുക്ക് വെറുതെ കിട്ടും. നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താൽ മതി ഗൂഗിളിൽ. പക്ഷെ കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഒരു പ്രബന്ധം വായിക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും. അവിടെയാണ് ഞാൻ ചോദിച്ചത് അറിവ് ആരുടെയാണെന്നുള്ളത്. അറിവ് നമ്മൾ ഒരു ഗവേഷണ പ്രബന്ധം എഴുതി തയ്യാറാക്കി, ഞാൻ ശാസ്ത്രഗതിയിൽ എഴുതണം. ശാസ്ത്രഗതിയിൽ ലേഖനം എഴുതുന്ന ആളുടെ ആണോ ആ ലേഖനം?
അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച ശാസ്ത്രഗതിയുടെയാണ്. ഒരു ഗവേഷണം, മൗലികമായിട്ടുള്ള ഒരു ഗവേഷണ പ്രബന്ധം ശാസ്ത്രഗതി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ശാസ്ത്രഗതി അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഒരു പരിപാടി മലയാളത്തിൽ നമുക്ക് എവിടെയും ഇല്ല. ആയക്കൂടി വളരെ ചുരുക്കം, പ്രത്യേകിച്ച് സയൻസിന് തീരെയില്ല. ഇപ്പോൾ നമ്മുടെ സർവ്വവിജ്ഞാന ഇൻസ്റ്റിറ്റ്യൂട്ട് വർഷത്തിൽ 4 മാസികകളും വർഷത്തിൽ 4 ആയിട്ട് എന്താ പറയുക, ഒരു ജേണൽ പുറത്തിറക്കുന്നുണ്ട്. അവിടെ മാത്രമാണ് സയൻസിൽ മൗലികമായിട്ടുള്ള എന്തെങ്കിലും എഴുതാനുള്ള ഒരു സ്പേസ് മലയാളത്തിൽ നമുക്ക് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും ഒരു ജേണൽ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൗലികമായിട്ടുള്ള ഒരു ഗവേഷണ പ്രബന്ധം ആ പറയുന്ന എന്താ പറയുക പ്രസിദ്ധീകരണത്തിന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രസിദ്ധീകരണത്തിൻ്റെ ആണ് ഈ പറയുന്ന അറിവ്. അല്ല സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങിച്ച് ആ ഗവേഷണം ചെയ്ത ആളുടെയാണ്. ആരുടെയാണ് ഈ അറിവ്? ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ശാസ്ത്രബോധത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഡിജിറ്റൽ തലത്തിൽ എങ്ങനെ പെരുമാറണം തൊട്ട് ഡിജിറ്റൽ ടെക്നോളജിയെ എങ്ങനെ വരുതിയിലാക്കണം എന്നുള്ളത് വരെ ശാസ്ത്രബോധത്തിൻ്റെ വരുതിയിൽ വരും എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതെല്ലാം വരുതിയിലാക്കാനുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക എന്ന ചോദ്യം കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അഡ്രസ്സ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇനി അത് അഡ്രസ്സ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം സർഫസ് ചെയ്യുന്നത്. ആരുടെയാണ് അറിവ്? ആർക്കാണ് ഈ അറിവ് ഇങ്ങനെ പൂട്ടിവെക്കാനുള്ള അവകാശമുള്ളത്? ആരായിരിക്കും അറിവ് പൂട്ടിവെക്കുക? അറിവ് പൂട്ടിവെക്കുന്നവരുടെ താല്പര്യം എന്താണ്? ഈ ചോദ്യങ്ങളൊക്കെ കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. കാരണം ഈ സാക്ഷരതയുടെ മേൽപ്പടിയിൽ കയറി നിന്ന് വളരെ അഭിമാനം കൊള്ളുന്നൊരു ജനതയാണ് നമ്മൾ ഈ അടുത്ത് ഏതോ റിയാലിറ്റി ഷോയിൽ കളിയാക്കിയപ്പോഴേക്കും നമ്മുടെ അഭിമാനബോധം വല്ലാതെ ഉണർന്നു. 100% ലിറ്ററസി. അയ്യോന്ന് ഇപ്പം എല്ലാവരും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വാട്സപ്പിൽ ഇത് വന്നിട്ടുണ്ടാവും. അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരുപാട് ട്രോളുകളും വന്നിട്ടുണ്ട്. നമ്മളവിടെ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ. ആ വേദിയിൽ ചെന്ന് നിന്നുകൊണ്ട് ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞില്ലേ? അത് ചർച്ചയാവണ്ടേ? അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? കേരളം ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു സംസ്ഥാനമാണ്, സംശയമൊന്നുമില്ല. ഒരുപക്ഷെ പല ഇൻഡസ്ട്രീസുകളിലും നമുക്ക് എവിടെയെങ്കിലും നമ്മളെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുണ്ട്. അതിലും എനിക്ക് സംശയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പറ്റുമോ? അത് നമ്മൾ ചെയ്തതല്ലല്ലോ. നമ്മുടെ മുന്നേ നടന്നുപോയവർ ചെയ്തതിൻ്റെ വിളവ് നമ്മൾ കൊയ്യുകയല്ലേ. നമ്മളെവിടെയാണ് വിതച്ചത്? നാളെ നമ്മൾ കഴിഞ്ഞു വരുന്ന തലമുറ നമ്മളോട് ചോദിക്കുമല്ലോ. ഇന്നിവിടെ നിന്ന് കേരളത്തിൻ്റെ സാക്ഷരതയെക്കുറിച്ച് കുറ്റം കൊള്ളുന്ന, കേരളത്തിലെ ആരോഗ്യ പരിപാലന മികവിനെക്കുറിച്ച് കുറ്റം കൊള്ളുന്ന, കേരളത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് കുറ്റം കൊള്ളുന്ന എന്നോട് നാളെ ഒരു തലമുറ ചോദിക്കുമല്ലോ, ഞാൻ എന്താണ് ചെയ്തത്? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ടല്ലോ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മുടെ സമൂഹം ഒരു വിഷമകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ പൊതുവിൽ കേരളത്തിൻ്റെ മനസ്സുകളിലേക്ക്, കേരളത്തിലെ നിലപാടുകളിലേക്ക്, കേരള സമൂഹത്തിലെ മനസ്സുകളിലേക്കും നിലപാടുകളിലേക്കും നയങ്ങളിലേക്കും എല്ലാം ഒരു പ്രതിലോമതയുടെ കാറ്റ് ആഞ്ഞു വീശുന്നു. അത് വെറുതെ അങ്ങ് വീശുന്ന കാറ്റല്ല. അതിന് പിന്നിൽ ആ കാറ്റ് ഊതി വലുതാക്കുന്നതിൽ ചില ആളുകൾക്ക് വ്യക്തമായ പങ്കുണ്ട്. അപ്പം അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് കൂടിയാണ് പുതിയ കാലത്തിൻ്റെ ശാസ്ത്രബോധം. ഞാൻ ഈ പറയുന്നത്, ഈ പ്രതിലോമതയുടെ കാറ്റ് എന്നൊക്കെ വളരെ എന്താ പറയുക, സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ചുരുക്കി പറഞ്ഞാൽ ഒരു പുതിയ മനോഭാവം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഒരു പുതിയ മനോഭാവം, ആ മനോഭാവം സൃഷ്ടിക്കപ്പെടുന്നത് യുവതലമുറയിലൊന്നുമല്ല. അത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ മനസ്സിലേക്കും ആ മനോഭാവം പതുക്കെ എന്ത് ചെയ്യണം, പതുക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അത് ഈ കേവലം അന്ധവിശ്വാസമോ അല്ലെങ്കിൽ ഒരു ആചാര പീഡനമോ ഒന്നും അല്ല. അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങളാണ്. ചോദ്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്നൊരു ബോധ്യം അനുസരിക്കാൻ ശീലിപ്പിക്കുക.
ഞാൻ ഉദാഹരണങ്ങൾ പറയാം, പതുക്കെ പറയാം. സ്ത്രീകളെ രണ്ടാം തരക്കാരായിട്ടാണ് കാണേണ്ടത് എന്ന ബോധ്യം ഇതിങ്ങനെയല്ല പറയുന്നത്. ഞാൻ ഒരു 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 രണ്ട് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഈ രണ്ടാമത്താണ് എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പം ആദ്യത്തേനേക്കാൾ. നിങ്ങളുടെ മരുമകളെ നിലയ്ക്ക് നിർത്തണം എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ കഴിയുന്ന സ്പേസ് കേരള സമൂഹത്തിന് ഉണ്ടായിരുന്നതാണ്. റോട്ടിലൂടെ പെൺകുട്ടികൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നതെന്നൊരു സിനിമാ നടന്റെ വേദിയിൽ സംസാരിക്കാനുള്ള സ്പേസ് കേരളത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇത് ഈ മാറ്റം വന്ന മനോഭാവത്തിന്റെ ഉദാഹരണമാണ്. ഒരു 10 വർഷം മുൻപാണെന്ന് തോന്നുന്നു, ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു അധ്യാപകൻ പെൺകുട്ടികൾ ഹൈ ജമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്ന് പ്രസംഗിച്ചു. ഭയങ്കര വലിയ വാർത്തയായിരുന്നു. എനിക്കൊന്നും ഒരുപാട് പേർക്ക് അറിയാം. ഒരു മിടുക്കി അവിടെ എഴുന്നേറ്റ് നിന്ന് കൂവി ഭയങ്കരമായിട്ട്. അതെ, ഗർഭപാത്രം ഇളകിപ്പോകുന്ന എന്തോ ഒരു പ്രത്യേകതരം മെക്കാനിസം കണ്ടുപിടിച്ച അത് സംസാരിച്ചപ്പോൾ ആ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് അയാളെ കളിയാക്കുന്ന രീതിയിൽ കൂവിയിട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെയുള്ള കുട്ടികളില്ലാതായിക്കൊണ്ടിരിക്കും. അവിടെയാണ് പ്രശ്നം. അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം. അന്ന് ആ കുട്ടിക്ക് വേണ്ടി കൈയടിച്ച കുറേ അധ്യാപികമാരും അധ്യാപകരും ഉണ്ടായിരുന്നു. അവരില്ലാതായിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവരൊന്നും മരിച്ചുപോയെന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ അവർ കൈയടിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതെന്തുകൊണ്ടാണ് അവർ കൈയടിക്കാതെ ആയത്? അപ്പോൾ ഈ സ്ത്രീകളെ രണ്ടാം തരക്കാരെ കാണുന്ന ഈ മനോഭാവം എങ്ങനെയാണ് ഒരു പൊതുബോധത്തിന്റെ ഭാഗമായിട്ട് മാറിയത്? കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് അത് എന്നു മുതലാണെന്ന് വരെ പറയാൻ പറ്റും. ഞാനിവിടെ വരാം. മറ്റൊന്ന്, നമ്മുടെ മോഡേൺ മെഡിസിനെതിരെയുള്ള ആക്രമണം ശക്തമാണ്. ആദ്യമൊക്കെ ചെറിയ തമാശകളിൽ തുടങ്ങി, ഇന്നത് ഇങ്ങനെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ എന്താ പറയുക, നമുക്ക് വിശ്വാസ സാക്ഷ്യങ്ങൾ മതി. എൻ്റെ വകയിലൊരു കുഞ്ഞമ്മയുടെ മോളുടെ ഭർത്താവിൻ്റെ പരിചയക്കാരൻ്റെ അമ്മയുടെ ക്യാൻസർ മാറിയത് മുള്ളാത്ത കഴിച്ച് നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ നമുക്കത് മതി. അപ്പം ഞാൻ തുടങ്ങിയപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, സാമൂഹികമായി ഇടപെടുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു ആർജവം നമുക്കുണ്ടാകും. തെളിവുകൾ എവിടെ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റണം. ഇത് രണ്ടും നമുക്ക് കൈമോശം വന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ ലക്ഷണം കൂടിയാണ്. നമ്മുടെ സംഘടന തന്നെ ക്യാപ്സ്യൂൾ കേരള എന്ന് പറഞ്ഞൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല, ഒരുപക്ഷെ അത് ശാസ്ത്രഗതിയിൽ നമ്മളൊരു പേജ് തന്നെ അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നിരന്തരം നമ്മൾ കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനെതിരെ? ഈ അത്ഭുത രോഗ ശാന്തി വാഗ്ദാനം ചെയ്യുന്ന മരുന്നുകൾക്കെതിരെ. ഇത് കഴിക്കൂ, നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കും എന്ന് പൊതുസമൂഹത്തിൽ ആക്സെപ്റ്റൻസ് ഉള്ള ആരെങ്കിലും പറഞ്ഞാൽ മതി, നമ്മളെല്ലാം മകൾക്ക് വാങ്ങിച്ചു കൊടുക്കും. ഒരു തമാശയായിട്ട് പറഞ്ഞാൽ, എങ്ങാനും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും എന്നൊരു സിനിമയിൽ ചോദിക്കുന്നത് രീതിയിലാണ് നമ്മളിപ്പോൾ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും വരാനില്ലല്ലോ, അല്ലേ? അങ്ങനെ ഒരു പുതിയ ഭാഷയുണ്ട്, കേട്ടിട്ടില്ലേ? ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ. അതായത് എഫക്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവത്തിലുള്ള വ്യത്യാസത്തിന്റെ ഉദാഹരണം. അതായത് അസുഖം മാറണം എന്നുള്ളതാണ് മരുന്ന് കഴിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത് മറന്നിട്ട്, ഇത് കഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും വരില്ലല്ലോ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ എന്താ പറയുക, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് തോന്നാത്തത്? ഇതാണ് ഞാൻ പറഞ്ഞ മനോഭാവത്തിലുള്ള വ്യത്യാസം. ഈ മനോഭാവത്തിലുള്ള വ്യത്യാസമാണ് നമ്മൾ പല വാർത്തകളിലായിട്ട് കേൾക്കുന്നത്. എറണാകുളത്ത് നിന്ന് 2 സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി തിരുവല്ലയിൽ കൊന്നു കുഴിച്ചു മൂടിയ സംഭവം ഒരുപാടൊന്നും ആയിട്ടില്ല. നമ്മുടെ പത്രമാധ്യമങ്ങൾ ഉടനെ എഴുതി, നരബലി, നിഷ്ഠൂരമായ കൊലപാതകം എന്ന് ഉപയോഗിക്കേണ്ട സ്ഥലത്ത്
എങ്ങനെയാണ് ഒരു മാധ്യമത്തിന് നരബലി എന്ന് എഴുതാൻ പറ്റുന്നത്? ഇത് ഞാൻ പറഞ്ഞ മനോഭാവത്തിലുള്ള വ്യത്യാസം. രണ്ട് മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിനെ നമ്മുടെ ടൈറ്റിൽ എന്താണ്? ഇനി അതിലും തമാശ എന്താണെന്ന് അറിയുമോ? ചാനലുകളിൽ ഒരു ഓട്ടോ ഡ്രൈവറിന്റെ ഇന്റർവ്യൂ ഉണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ആളുകൾ ആ സ്ഥലം കാണാൻ വേണ്ടി ടൂർ പോകുന്നു. നമ്മളവിടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങുന്നു. അപ്പോൾ ഓട്ടോക്കാരൻ പറയുന്നു ഒരു പാക്കേജാണ്, അവിടം വരെ കൊണ്ടുപോകും, സ്ഥലം കാണിക്കും, തിരിച്ച് നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കും. ആ പാക്കേജ് എടുക്കാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പ്രശ്നമല്ലാതാവുന്ന എന്തുകൊണ്ട്? രണ്ടും, നരബലി എന്നുള്ള വാക്കുപയോഗിക്കുന്ന മാധ്യമം, പത്രമാധ്യമമാവട്ടെ ദൃശ്യമാധ്യമമാവട്ടെ, അത് നമുക്കൊരു പ്രശ്നമല്ലാതായത് എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ലേ, അതാണ് ഈ മനോഭാവത്തിലുണ്ടായ വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്, തിരുവനന്തപുരം. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് അവിടെ നിന്ന് 3 പേര്, ഇതിൽ 2 പേര് ആയുർവേദ ഡോക്ടർമാരാണ്. അരുണാചൽ പ്രദേശിലെ ഒരു ഹോട്ടൽ മുറിയിൽ, എല്ലാവരും വാർത്ത വായിച്ചിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു, 3 പേരുടെ ശവശരീരങ്ങളാണ് പോലീസിനെ കണ്ടെടുക്കാൻ കഴിഞ്ഞത്. 2 പേര് കൊല്ലപ്പെട്ടതാണ്, ഒരാൾ ആത്മഹത്യ ചെയ്തതാണ്. ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് സമ്പത്ത് കിട്ടാൻ വേണ്ടി മനുഷ്യർ ഏർപ്പെടുന്ന കാര്യങ്ങളാണത്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊന്നും ഇങ്ങനെ ഓരോരോ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഇത് നമ്മുടെ സമൂഹത്തിന് വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ ഉദാഹരണങ്ങളും ലക്ഷണങ്ങളുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യരെല്ലാം ശരിക്കും ഇരകളാണ്. ഇപ്പം നമ്മൾ നോക്കും, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ചകളൊന്നും, ഓരോ മതത്തിനകത്തും പുതിയ പുതിയ സംരക്ഷണവാദങ്ങൾ വരികയാണ് ഓരോ ദിവസവും. ഏത് മതം വേണേ എടുക്കും, ഇന്ന മതം എന്നൊന്നുമില്ല, ഏത് മതം എടുത്താലും അതിലോരോ പുതിയ സംരക്ഷണവാദങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ പിന്നുള്ള ചർച്ച സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്നും ഏതൊക്കെ പാഠഭാഗം ഒഴിവാക്കണം എന്നതിനെ പറ്റിയാണ്. അതല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ എങ്ങനെ പെൺകുട്ടികളെ വീട്ടിനകത്ത് തളച്ചിടാം എന്നതിൻ്റെ പുതിയ സാങ്കേതിക വ്യാഖ്യാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകൻ രജിത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. രജിത്ത് വിമൻസ് കോളേജിൽ വന്നു സംസാരിച്ചപ്പോൾ പൂവി തോൽപ്പിച്ച ആ പെൺകുട്ടിയുടെ ഒരു ആർജവം ഉണ്ടല്ലോ, അതിന് മറികടക്കപ്പെട്ട് അതിനെ അട്ടിമറിക്കുന്നത് ഇന്ന് ഇതിന് ഉപോപലമായ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെയാണ് ഈ റെഡി ടു വെയിറ്റ് ഒക്കെ ഒരു മുദ്രാവാക്യമൊക്കെയാണ് മാറുന്നത്. റെഡി ടു വെയിറ്റ്. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊന്നും ഈ മനോഭാവത്തിലെ മാറ്റം ഇങ്ങനെ വെറുതെ ഉണ്ടായ ഒരു മാറ്റമല്ല. അതങ്ങനെ എന്താ പറയുക, ഒരുപക്ഷെ മാർക്സ് പറഞ്ഞതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മാർക്സ് പറഞ്ഞതായിട്ടാണ് ഞാൻ പൊതുവിൽ വായിച്ചിട്ടുള്ളത്. ഞാനിവിടെയും മാർക്സ് പറഞ്ഞതായിട്ട് വായിച്ചിട്ടില്ല. ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. ആദ്യം ദുരന്തമായി, പിന്നീട് പ്രഹസനമായി. അങ്ങനെ ഒരു പ്രഹസനമായിട്ട് ആവർത്തിക്കപ്പെടുകയാണത്. നാരായണദാസ് മാഷുണ്ട്, മാർക്സ് പറഞ്ഞ തന്നെയാണോ മാഷെ? മാർക്സ് പറഞ്ഞാണ്, ഏതിലാണെന്ന് എനിക്ക് ധാരണയില്ല. ഏതായാലും അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം പൊതുവിൽ ഇതിനെപ്പറ്റി നടക്കുന്ന ചർച്ചകളിലെല്ലാം നമ്മൾ പറയുന്ന അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരുന്നു എന്നാണ്. എന്തോ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യം പറയുന്ന പോലെയാണ് നമ്മളിത് പറയുന്നത്. അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരും, മനുഷ്യന്റെ ജാതിബോധം തിരിച്ചു വരുന്നു എന്ന് വെച്ചാൽ എവിടെയോ ടൂർ പോയിട്ട് പിന്നെ ഇങ്ങനെ തിരിച്ചു വരുന്നതാണ്. ഇതിനെ ഇവിടുന്ന് പുറത്താക്കിയതല്ലേ, ഈ ബോധ്യങ്ങളെയും ബോധങ്ങളെയും ഇവിടുന്ന് പുറത്താക്കിയതല്ലേ. അതാണ് നമ്മൾ ഏറ്റവും എന്താ പറയുക ചേർത്ത് നിർത്തുന്ന നവോത്ഥാന പ്രവർത്തനങ്ങൾ. അപ്പൊ പിന്നെ ആ പ്രവർത്തനങ്ങൾക്ക് അർത്ഥമില്ലാതായി പോയില്ലേ.
ഇവർ ടൂർ പോയി തിരിച്ചു വന്നതാണെങ്കിൽ. അപ്പം അതല്ലല്ലോ, അതങ്ങനെ സ്വാഭാവികമായി തിരിച്ചു വരുന്നതൊന്നുമല്ല. അതങ്ങനെ വരേണ്ടത് ചിലരുടെ ആവശ്യമാണെന്നുള്ളത്. അപ്പം ഈ നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് കേവലം അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിരോധം മാത്രമല്ല. ഇത്തരം വിശ്വാസങ്ങൾ തിരിച്ചു വരണമെന്ന്, അല്ലെങ്കിൽ ഇത്തരം മനോഭാവം മനുഷ്യർക്ക് ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നവർക്കെതിരെയുള്ള പ്രതിരോധം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവരുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തിനാണ് ഇവർ ഇത്തരം ഒരു മനോഭാവത്തിൽ ഇത്തരം ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത്? പൊതുവിൽ അവബോധം ഇല്ലാതായാൽ ആർക്കാണ്, ഒരു സമൂഹത്തിന് അവബോധം നഷ്ടപ്പെട്ടാൽ ആർക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക? അങ്ങനെ ഒരു സെയിങ് തന്നെയുണ്ട്. ആർക്കാണ് ലാഭം ഉണ്ടാകുന്നത് എന്നതാണ് നോക്കേണ്ടത്. ഒരു വിഷയത്തെ അപഗ്രഥിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ആരാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാൽ ആ സാഹചര്യം നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് എളുപ്പം നമുക്ക് മനസ്സിലാക്കും. ഈ അവബോധം നഷ്ടപ്പെട്ടാൽ ആർക്കാണ് ലാഭം ഉണ്ടാകുക? ഈ അവബോധം നഷ്ടപ്പെട്ട മനുഷ്യരെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. അവബോധം നഷ്ടപ്പെട്ട പൗരനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആർക്കാണ് നമ്മുടെ പൗരന്മാരെ ഇങ്ങനെ നിയന്ത്രിക്കേണ്ട ആവശ്യമുള്ളത്? ആർക്കാണ് ഇവിടെ അറിവ് എല്ലാവരിലേക്കും എത്തുന്നത് തടയേണ്ട ആവശ്യമുള്ളത്? ഞാൻ ഉത്തരവൊന്നും പറയാൻ പോകുന്നില്ല. എൻ്റെ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടുന്ന സമൂഹം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരങ്ങളൊന്നും പറയാറില്ല. എനിക്ക് പൊതുവിൽ വലിയ ബഹുമാനമില്ലാത്ത ഒരു തൊഴിലാണ് ഞാൻ ചെയ്യുന്നത്. ക്ഷമിക്കുക വ്യാപകർ, എനിക്കെന്നെ ഭയങ്കര വലിയ ബഹുമാനമൊന്നും ഞാൻ ചെയ്യുന്ന പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്ന ശേഷം ഒട്ടുമില്ല. കാരണം ഈ സമൂഹത്തിനകത്തുള്ള മുന്നമാരെയൊക്കെ നമുക്ക് മനസ്സിലായത് ഒരു പുതിയ പ്രയോഗം തന്നെ ഉണ്ടായല്ലോ. ഒരു സിനിമ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു പുതിയ പ്രയോഗമാണല്ലോ. നമ്മൾ ഈ മുന്നമാരെയൊക്കെ തിരിച്ചറിഞ്ഞത് ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ്. ഒരു 4-5 വർഷം മുൻപ് ഒരു വലിയ പ്രളയം ഉണ്ടായപ്പോൾ ഈ സംസ്ഥാനം നശിച്ചു പോകണം എന്ന് എഴുതിയ മനുഷ്യരുണ്ട്. അതിന് തൊട്ട് മുൻപത്തെ ദിവസം വരെ ഈ മനുഷ്യരിലേക്ക് മുഖത്ത് നോക്കിയാൽ നമുക്ക് തോന്നൂല കേട്ടോ, ഇയാളുടെ ഉള്ളിൽ ഇത്രയും അതാണ് ആ മുന്ന എന്ന് പറയുന്ന കഥാപാത്രം. ആ സിനിമയിലെ ഏറ്റവും എന്താ പറയുക, നമ്മളെ പൊള്ളിക്കുന്ന കഥാപാത്രം. എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയിൽ നമ്മൾ ശരിക്കും പൊള്ളിച്ച ഒറ്റ കഥാപാത്രങ്ങളുള്ളായിരുന്നു. മുന്ന എന്ന് പറയുന്ന കഥാപാത്രം വളരെ ചിരിച്ച് പ്രസന്നനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഇത്ര എളുപ്പമാണ്. അപ്പോൾ അയാൾ അത്രയും കാലം സംഭരിച്ചു വെച്ചിരുന്ന ആ വിദ്വേഷം ഇത്ര വലുതാണെന്നുള്ളതാണ്. സാഹചര്യം അനുകൂലമാകാൻ വേണ്ടി മാത്രം കാത്തു നിൽക്കുകയായിരുന്നു ആ മനുഷ്യൻ. അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിനകത്താണ്. ഞാനിടയ്ക്ക് തമാശയ്ക്ക് പറയാറുണ്ട്, ഈ അധ്യാപക ദിന ആശംസകൾ നേരുക എന്ന് പറയുന്ന പുതിയൊരു ഏർപ്പാട്. അപ്പോൾ ഈ സമൂഹം പഴയ ഏർപ്പാടാണ്, പക്ഷെ പുതിയ കാലത്തിൽ അതൊരു പ്രത്യേക രീതിയിലൊക്കെയാണ്. നമ്മൾ അധ്യാപകനാണെന്നും അതിലിങ്ങനെ കുറ്റം കൊണ്ടുകൊണ്ട് നമ്മളാണ് തലമുറയെ സൃഷ്ടിക്കുന്നതെന്നും ഒക്കെ ഫേസ്ബുക്കിൽ എഴുതുന്ന അല്ലേ. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ തലമുറയെ സൃഷ്ടിക്കുന്ന ഇവരാണെങ്കിൽ അപ്പോൾ തലമുറയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മൾ എടുക്കണമല്ലോ. ഈ തലമുറയെ നാളത്തെ പൗരന്മാരെ അല്ലെ വാർത്തെടുക്കുന്നവർ, ഒരു വല്ലാത്ത പ്രയോഗമാണ് വാർപ്പണിക്കാരാണ് പകുതി ആൾക്കാർ വാർപ്പണിക്കാർ. അല്ല, തമാശ എന്താന്ന് വെച്ചാല് ഇന്നലത്തെ ബോധന രീതികൾ ഉപയോഗിച്ച് ഇന്നലത്തെ ചിന്തകൾ പേറുന്ന നമ്മളാണ് നാളത്തെ പൗരന്മാരെ വാർത്തുകൊണ്ടിരിക്കുന്നത്. ആണ് വേറൊരു തമാശ. അപ്പൊ കുഴപ്പം എവിടെയാണെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് എനിക്കിത് പറയാൻ കുറെ കൂടി എന്താ പറയാ അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടക്കുന്ന കാലം കൂടിയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്
ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായി അറിവ് സ്വായത്തമാക്കാനുള്ള മാർഗങ്ങൾ തുറന്നു വെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ഫൈറ്റ് എന്ന് പറയുന്നത്, ഈ ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ തെരുവിൽ നടത്തേണ്ട ഒന്നല്ല, നയങ്ങളിലൂടെ നടത്തേണ്ട ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചു കാലം മുമ്പാണ് പണിക്കർ സാർ വളരെ രസകരമായിട്ട് പറഞ്ഞു പോയൊരു കാര്യമുണ്ട്. യുദ്ധം നടക്കുന്നത് സാംസ്കാരിക ഭൂമികയിലാണ്. ഇവിടെ നമ്മൾ കാണുന്ന സ്ഥലങ്ങളിലൊന്നും, ഇത് വേറൊരു സ്ഥലത്താണ് യുദ്ധം നടക്കുന്നത്. അവിടെ ഇടപെടാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഈ സമൂഹത്തിൻ്റെ ഈ ചിന്താശേഷി ഇല്ലാതാക്കിയിട്ട് ഇവർ നേടാൻ ശ്രമിക്കുന്നത് എന്താണ് എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ വരുന്ന ഒരു സമൂഹമുണ്ടല്ലോ, അതായത് അധ്യാപക സമൂഹമുണ്ടല്ലോ, അവർ ക്ലാസ്സുകളിൽ സ്ഥിരം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. സംശയം ചോദിക്കുന്ന കുട്ടിയെ അങ്ങനെ അല്ലാതാക്കുക. അങ്ങനെ അല്ലാതാക്കിയാൽ പിന്നെ എന്ത് അനീതിയും ആ കുട്ടി സഹിച്ചു കൊടുക്കും. ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ ഒന്നുമല്ല കേട്ടോ, നല്ല വോട്ടവകാശമുള്ള പൗരങ്ങളെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അവിടെ പോലും അവരാരും സംശയങ്ങളൊന്നും ചോദിക്കാറില്ല. അത് വേറൊരു കാര്യം. കാരണം നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നേടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത് ഈ ആകാംക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്യൂരിയോസിറ്റി. അതെങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയിരിക്കുന്ന ഒരു പ്രധാന കാര്യം. അതിൽ മാറ്റം വരുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ മാറ്റം പതുക്കെ വരുന്നു. അപ്പോൾ ഈ ചോദ്യം ചോദിപ്പിക്കാതാവുമ്പോൾ കുട്ടി പിന്നെ ഏത് അനീതിയും നേരിട്ടോ. ഈ കുട്ടി ഏത് അനീതിയും നേരിടുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കണം സമൂഹത്തിൻ്റെ ചിന്താശേഷി വേണ്ട എന്ന് ചിലർ തീരുമാനിക്കുന്നു. കാരണം അങ്ങനെ ആയാൽ പിന്നെ ആ സമൂഹം എന്ത് അനീതിയും സ്വീകരിച്ചുകൊള്ളും. പരാതികളില്ലാതെ സ്വീകരിക്കും, വെറുതെ സ്വീകരിക്കുക. പരാതികൾ ഉണ്ടാവില്ല, പ്രതിരോധങ്ങൾ ഉണ്ടാവില്ല. ഇതാർക്കാണ് ഇത് വേണ്ടത്? ഏതായാലും ആർക്കാണിത് വേണ്ടത് എന്നുള്ളത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചില സൂചകങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിച്ചു പോകാൻ കഴിയും. ഇത് വേണ്ട ആളുകൾ പൊതുവിൽ പഴയ കാലങ്ങളിലെല്ലാം മികച്ചതായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. പണ്ടേ ഇവിടെ വിമാനം ഉണ്ടായിരുന്നു, പണ്ടേ നമ്മൾ ബയോടെക്നോളജിയിൽ വലിയ കക്ഷികളായിരുന്നു. ഈ പണ്ട് എന്താണെന്ന് അവരോട് ചോദിക്കരുത്, അതിനൊരു ഉത്തരം പറയില്ല. അത് അവർക്കും അറിയില്ല. അവരെ പരിശീലിപ്പിച്ച് വിട്ടിരിക്കുന്ന ബോട്ടുകളാണ്. ഈ പുതിയ കാലഘട്ടത്തിൽ ബോട്ട് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്, ചാറ്റ് ബോട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന, അപ്പുറത്ത് ആരും ഇല്ലാതെ നമുക്ക് മറുപടി തരുന്ന കുറേ ബോട്ടുകളുണ്ട്. അതുപോലെ കുറേ ബോട്ടുകളാണ് ഇവരിൽ പലരും. പണ്ടേ ഇതെല്ലാം ഉണ്ടായിരുന്നു, പഴയ കാലത്ത് എല്ലാം ഗംഭീരമായിരുന്നു. മനസ്സിലായില്ലേ? ഒരുപക്ഷെ പഴയ കാലത്തിലെല്ലാം ഗംഭീരമായിരുന്നു എന്നായിരിക്കില്ല നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന മെസ്സേജ്. അമ്മിയിൽ അരച്ചിരുന്നപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നായിരിക്കും. ഞാൻ പറയുന്നത് ചോദ്യങ്ങളുടെ എന്താ പറയുക, എന്താണ് ഉദ്ദേശം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞില്ല. ചോദ്യം പല രീതിയിലാണ് വരിക. അമ്മിയിൽ അരച്ചിരുന്നപ്പോൾ ഈ രോഗങ്ങളൊന്നും അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ? അല്ലേ? വളരെ വളരെ ചിന്തനീയമായ രീതിയിലേക്കാണ് ഇത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ഒരു സ്ഥിരം രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു കാലഘട്ടത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഉപേക്ഷിച്ചതിനെയൊക്കെ ശാസ്ത്രത്തിൻ്റെ ടേംസ് ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവരിക. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളായി, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. അതുമല്ലെങ്കിലാണ് ഞാൻ ഈ അടുത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേൾക്കുകയായിരുന്നു. അത് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ചില ക്ഷേത്രങ്ങളിൽ ഋതുമതികളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത് എന്നതിന് വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ വിശദീകരണം വേദകാലഘട്ടം മുതലുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്താണ് വിശദീകരണം എന്ന് പരിപാടിയുടെ അവസാനം വരെ അവർ പറഞ്ഞില്ല. അതാണ് തമാശ. പക്ഷെ ഇത് ആവർത്തിച്ച് അവർ പറഞ്ഞു.
എന്നിട്ട് പിന്നെ എന്തൊക്കെയോ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. തുളസി കതിര് നുള്ളരുതെന്നോ പൂവിൽ തുടരുതെന്നോ. പക്ഷെ കാര്യം എന്താണെന്ന് പറഞ്ഞു. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ കൃത്യമായിട്ട് ഭാരതം എന്നാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യ എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ഭാരതത്തിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ്. അമേരിക്കയിൽ തുളസി ചെടി നുള്ളാം, കുഴപ്പമില്ല, അവിടെ പ്രശ്നമില്ല. അവിടെ ആളുകൾ ചൊവ്വയിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോഴും സങ്കടപ്പെടുന്ന കാര്യങ്ങളെ മനുഷ്യർക്ക് അന്ധവിശ്വാസങ്ങളാവാം. അത് നമ്മുടെ ഒരു മെയ്ക്ക് അങ്ങനെയാണ്. പരിണാമപരമായി അത്തരം വിശ്വാസ എന്താ പറയുക ചാലുകളിലേക്ക് വീണു പോകാനുള്ള വലിയ ടെൻഡൻസിയോട് കൂടിയാണ് നമ്മളെല്ലാം പരിണമിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ സ്ഥാപനങ്ങൾക്ക് അന്ധവിശ്വാസമായി എന്ത് ചെയ്യും? അതാണ് പുതിയ കാലഘട്ടത്തിന്റെ പ്രശ്നം. സ്ഥാപനങ്ങൾക്കാണ് അന്ധവിശ്വാസം. എനിക്ക് പരിചയമുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഒരു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് മുൻപ് ഒരു ജ്യോത്സ്യനെ കൊണ്ട് സമയം നോക്കിച്ചു. കേരളത്തിലാണ്. എങ്ങനെ ഇരിക്കും? ഞങ്ങൾ കേരളത്തിലെ പിന്നെ മറ്റ് പുറത്തോട്ടുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. ഇന്ത്യയിൽ പുതിയ കാലഘട്ടത്തിൽ ആയുർവേദത്തിൽ നിങ്ങൾക്ക് ഡോക്ടർ ആവണമെങ്കിൽ, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ കൂടെ വേണമെങ്കിൽ മെഡിക്കൽ ജ്യോതിഷം കൂടി പഠിക്കാനുള്ള ഓപ്ഷൻ ആ മന്ത്രി എന്താ പറയുക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. 6 മാസം മുന്നത്തെ വാർത്തയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യന്റെ രോഗാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ അയാളുടെ ഗ്രഹനിലയ്ക്ക് വലിയ പങ്കുണ്ട്. ഒരു ഡോക്ടർ ഗ്രഹനില കൂടി നോക്കാൻ അറിഞ്ഞാൽ നന്നാകും എന്നുള്ളത് കൊണ്ട് ഇന്നൊരു പേപ്പറാണ്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ വ്യക്തികളിൽ നിന്നൊക്കെ പോയി സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ. ഏതായാലും അത് ഇരിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിച്ച് ഒരുപാട് നേരമായി അല്ലേ? ഞാൻ എത്ര നേരം കൂടി എടുക്കാം? 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കാം. ശരി. അപ്പോൾ എന്നാൽ ഞാൻ ബാക്കിയുള്ള സമയം എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നുള്ളത് കൂടി സംസാരിക്കാമെന്ന് കരുതുന്നു. എങ്ങനെയാണ് നമ്മളിതിനെ പ്രതിരോധിക്കുക? എന്തായിരിക്കണം നമ്മുടെ പ്രതിരോധ മാർഗങ്ങൾ? ഈ പ്രതിരോധം ഉയർത്തണമെങ്കിൽ ആദ്യം അനീതിയാണ് നടക്കുന്നത് എന്നുള്ള ബോധ്യം വേണം. ബോധ്യമില്ലാത്ത സ്ഥലത്ത് പ്രതിരോധങ്ങളില്ല. എന്നോട് അനീതി ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നിയാലല്ലേ അതിനെ എതിർക്കേണ്ട കാര്യവും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവത്തിലുള്ള വ്യത്യാസം കൊണ്ടുവരുന്നവരുടെ പ്രധാന ലക്ഷ്യം കിടക്കുന്നത്. പ്രതിരോധങ്ങൾ ഇല്ലാതാക്കും. അപ്പൊ പ്രതിരോധം ഉയർത്തുന്നവരെ ഇല്ലാതാക്കണം. ആ മാർഗം പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞു. കേട്ടാണ് അങ്ങനെയാണ് തപോൽക്കർ ഇല്ലാതായത്. ആ മാർഗം പരീക്ഷിച്ച് കഴിഞ്ഞതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇവർ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അതത്ര എഫക്റ്റീവ് അല്ല, ഇത് പോരാ. കാരണം അതുകൊണ്ട് ചെറിയ ചെറിയ പോക്കറ്റുകളിലെ മാറ്റം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വലിയ രീതിയിൽ മാറ്റങ്ങൾ സാധ്യമാകണമെങ്കിൽ ഇത് വിദ്യാഭ്യാസത്തിലൂടെ നടക്കുള്ളൂ. അതുകൊണ്ട് 64 പേജുള്ളൊരു ഡോക്യുമെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം എന്നാണ് അതിൻ്റെ പേര്. അതൊന്ന് വായിക്കേണ്ടത്. സാധാരണ മറ്റൊരു തമാശയാണ്. ഞാനിതിനെ കാണുന്നത് ഒരു ഇച്ചിരി ഇങ്ങനെ അതുകൊണ്ടുകൂടിയാണ് മോശമായിട്ട് കരുതരുത്. 484 പേജുള്ള ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ് ഇറങ്ങി കഴിയുമ്പോൾ 64 പേജിലേക്ക് ചുരുങ്ങണമെങ്കിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? 484 പേജാണ് ഡ്രാഫ്റ്റ് ഡോക്യുമെന്റ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് വായിച്ചതാണ് 484 പേജ്. അത് കഴിഞ്ഞപ്പോൾ 64 പേജായിട്ട് ചുരുങ്ങിപ്പോയി. അത് സത്യത്തിൽ വായിക്കേണ്ടതാണ് 484 പേജാണ്. അവിടെയാണ് ഉദ്ദേശ ലക്ഷ്യങ്ങൾ കിടക്കുന്നത്. ആ 484 പേജ് വായിച്ചവർക്ക് മാത്രമേ ഈ 64 പേജ് ഉയർത്തുന്ന അപകടം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇന്ന് നമ്മൾ വായിച്ച വലിയ കുഴപ്പമൊന്നും ഞാൻ തോന്നുന്നു, ഭയങ്കര പുരോഗമനമാണെന്ന് തോന്നുന്നു. പക്ഷെ 484 പേജ് നമ്മളൊന്ന് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ അപകടം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മൾ പ്രതിരോധിക്കേണ്ടത് എവിടെയാണ്? അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ പറഞ്ഞത്. പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളെ ഈ യുദ്ധം കുറച്ചുകൂടി എന്താ പറയുക വെട്ടത്താണ് നടക്കുന്നത്. ഇരുട്ടത്ത് നടന്നിരുന്ന യുദ്ധമാണ്. പണിക്കർ സാർ ഇരുട്ടത്ത് നടന്നിരുന്ന യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ യുദ്ധം ഇപ്പോൾ കുറച്ചുകൂടി വെട്ടത്താണ് നടക്കുന്നത്. ഒരു ദേശീയ ചാനലിലെ
അറിയപ്പെടുന്ന ഒരു റിപ്പോർട്ടറാണ് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിച്ചത്, അല്ല, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടില്ലല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വളരെ മനോഹരമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ എത്ര പേര് ആ ഇന്റർവ്യൂ കണ്ടു എന്ന് എനിക്കറിയില്ല. വളരെ വളരെ മനോഹരമായ ഒരു മറുപടിയാണ്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ കിട്ടേണ്ട ഒന്നാണോ ഒരു ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സംസ്ഥാനത്തിന് കിട്ടേണ്ട പദ്ധതി വിഹിതം? അപ്പോൾ ആക്രമണം നടക്കുന്നത് എവിടെയാണ്? അവിടെ പ്രതിരോധിക്കാൻ പറ്റുമോ? അല്ലേ? സാത്രാണോ നീഷയാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഇടയ്ക്ക് ചിലരൊക്കെ മറന്നു. എന്തിൻ്റെ പേരിലാണോ ആക്രമിക്കുന്നത് ആ ഐഡന്റിറ്റി സ്വായത്തമാക്കിക്കൊണ്ട് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പ്രതിരോധം വരേണ്ടത് പ്രധാനമായിട്ടും വിദ്യാഭ്യാസത്തിലാണ്. ആ വിദ്യാഭ്യാസം രണ്ട് രീതിയിൽ നമ്മുടെ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഏതാണ് നമുക്ക് നിഷേധിക്കുന്നത് അത് സാധ്യമാക്കിക്കൊണ്ടാണ് അവിടെ നമ്മൾ പ്രതിരോധം തീർക്കുക. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ് കുറച്ചു കാലമായിട്ട് നടക്കുന്നത്. ഇതിൽ പൂർണ്ണമായി യോജിപ്പൊന്നുള്ള ഒരാളല്ല കേട്ടോ ഞാൻ. എനിക്ക് അതിനൊക്കെ എൻ്റേതായിട്ടുള്ള വിയോജിപ്പുകളുണ്ട്. പക്ഷേ ഒരു വലിയ ആശയസമരം നടക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറാവണം എന്ന ബോധ്യത്തിനോട് ചേർന്ന് നിൽക്കാൻ ഞാൻ ഇന്ന് തയ്യാറാണ്. അതുകൊണ്ട് ഇങ്ങനെ നിറ്റ്പിക്ക് ചെയ്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ ആശയസമരം നടക്കുകയാണ്. അപ്പോൾ ആശയസമരത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നടക്കേണ്ടത് അവിടെയാണ്. രണ്ടാമത് നടക്കേണ്ടത് നമ്മൾ സാക്ഷരതാ പ്രവർത്തനമൊക്കെ നടത്തിയതുപോലെ ജനങ്ങൾക്കിടയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം. എൻ്റെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒരു പ്രബന്ധം വായിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. അതാണ് യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നത്. അതാണ് അവിടെ നടക്കേണ്ട പ്രതിരോധം. ഇനി ആ വിദ്യാർത്ഥിനി വായിച്ച് സ്വായത്തമാക്കുന്ന വിവരവും ധാരണയുമുണ്ടല്ലോ, അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഈ പ്രതിരോധമൊക്കെ പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ എത്തിക്കണമെങ്കിൽ ആദ്യം ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രാപ്തരാക്കണം. അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെ പ്രാപ്തരാക്കണമെങ്കിൽ അവർക്ക് മനസ്സിലാവണം എന്താണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ ബോധനം ഏത് മാധ്യമത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയുള്ള ദ്വീപുകളൊന്നുമല്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു ശൃംഖലയാണ്. അപ്പോൾ ബോധനം മാതൃഭാഷയിൽ വേണോ വേണ്ടയോ എന്നൊരു ചോദ്യമേ ഇല്ല. അങ്ങനെ ചോദ്യമില്ല. കാലാവസ്ഥ വ്യതിയാനം ഉണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമില്ല എന്ന് പൊതുവിൽ നമ്മൾ സയൻസിൽ പറയാറുണ്ട്. അങ്ങനത്തെ ചോദ്യമില്ല, ഒരു സ്ഥലത്തും ഇല്ല. പക്ഷെ അങ്ങനത്തെ ചോദ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നവർക്ക് വ്യക്തമായൊരു പക്ഷമുണ്ട്. അതേപോലത്തെ ഒരു കാര്യമാണ് ബോധനം. നമ്മൾ ചിന്തിക്കുന്ന ഭാഷയിലല്ലാതെ വേറെ ഏത് ഭാഷയിൽ കേട്ടാലാണ് നമുക്ക് മനസ്സിലാവുക. മനസ്സിലായാലല്ലേ അതിനകത്ത് മനനം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ മനനം ചെയ്താലല്ലേ അതിനകത്ത് ചോദ്യങ്ങളുള്ളൂ. അപ്പോൾ പ്രതിരോധത്തിന്റെ ഒരു തലം അവിടെ കൂടിയാണ്. മറ്റൊന്ന്, നിർബന്ധമായും 40 കഴിഞ്ഞ എല്ലാ മനുഷ്യരെയും ഡിജിറ്റലി സാക്ഷരരാക്കണം. ഇങ്ങനെ അഭിപ്രായം ഉണ്ട് എനിക്ക്. ഡിജിറ്റലി സാക്ഷരരാക്കണം. അവിടെ പേരുകൾ നമുക്കറിയാം, വായിക്കാൻ നമുക്കറിയാം, ആനുകാര്യങ്ങൾ നമ്മൾ വായിക്കാറുണ്ട്. നമുക്ക് എന്താ പറയുക, എല്ലാ വിഷയത്തിലും അഭിപ്രായമുണ്ട്. പക്ഷെ ടെക്നോളജിയെ വരുതിയിലാക്കാൻ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അങ്ങനെ ടെക്നോളജിയെ വരുതിയിലാക്കാനുള്ള പരിശീലനം ഈ 40 കഴിഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും കിട്ടേണ്ടതുണ്ട്. എനിക്കൊന്ന് പരിഷത്തിന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖല അതുകൂടി ആക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ ഒരു പ്രധാന പ്രവർത്തന മേഖല ആരോഗ്യ വിഷയസമിതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ഞാൻ അനിരുദ്ധ് പറഞ്ഞത് പേരെക്കൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് ആയത്. ശ്രദ്ധിക്കുകയായിരുന്നു. ജെറിയാട്രിക്സിൽ കൂടുതൽ പഠനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിനകത്ത് ഒരു തമാശയുണ്ട്, ഒരു വസ്തുതയുണ്ട്. പരിഷത്തിന്റെ വേദിയിൽ അത് പറയുമ്പോൾ അതിനകത്തൊരു തമാശയുണ്ട്. എന്നോട് കുറച്ച് മുമ്പ് മാഷ് സംസാരിക്കുമ്പോൾ പറയുകയായിരുന്നു,
ചെറുപ്പക്കാരെ എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ചെറുപ്പക്കാരെ എത്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ആവറേജ് പ്രായം എടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ ചെറുപ്പക്കാരെ എത്തിക്കാൻ കഴിയാത്തത് അവർക്ക് കൂടി മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അല്ലാതെ അവർക്കിതിൽ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല. അവർ കേൾക്കുന്ന പ്രഭാഷണങ്ങളുണ്ട്, അവർ ഇതേ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുപയോഗിക്കുന്ന ഭാഷ നമുക്കറിയില്ല. അവരുടെ രീതിയിൽ പറഞ്ഞാൽ നമ്മളൊക്കെ തന്തവൈബും കടന്ന് മലയാളത്തിലുണ്ടായി വരുന്ന പുതിയ വാക്കുകളൊക്കെ രസമാണ്. തന്തവൈബിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. എനിക്കൊരു അത്ഭുതമില്ല. എൻ്റെ മോൾക്ക് 8 വയസ്സാണ്. എൻ്റെ മോള് പറയുന്ന പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. വസ്തുതയാണ്. കഷ്ടപ്പെട്ട് പഠിക്കണം, എന്നാലേ മനസ്സിലാവും. കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കണം. അപ്പോൾ ഈ വേദിയിൽ എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പുതുതലമുറയെ പഠിപ്പിക്കണം എന്നാണ് നമ്മൾ പൊതുവിൽ ചർച്ചകളിൽ സംസാരിക്കുന്നത്. നമ്മൾ പഠിക്കണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം അൺഫോർച്ചുനേറ്റ്ലി ആ വാക്കേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ, നമ്മളൊരു വല്ലാത്ത തലമുറയാണ്. ഈ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുൻപ് നല്ലൊരു ഭാഗം ചെലവഴിക്കുകയും ഈ ടെക്നോളജിയൊക്കെ ഉള്ള ലോകത്ത് ജീവിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രത്യേക തലമുറയാണ്. അത് കഴിഞ്ഞു വന്ന തലമുറ ആ ടെക്നോളജിയോട് കൂടിയാവുന്നത്. എൻ്റെ ആദ്യത്തെ മൊബൈൽ ഫോൺ എന്താണ് കിട്ടിയതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മോളുടെ ആദ്യത്തെ മൊബൈൽ ഫോൺ അവളെന്താ കണ്ടെന്ന് നമുക്ക് ഓർമ്മയില്ല. അവൾ മൊബൈൽ ഫോൺ കണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ എപ്പോഴോ കണ്ടു. ഇവിടെ ഇരിക്കുന്ന പലർക്കും അവർ കണ്ട ആദ്യത്തെ ടെലിവിഷൻ അനുഭവം ഓർമ്മയുണ്ടാവും. അനിരുദ്ധ എപ്പോഴാണ് ആദ്യമായിട്ട് ടെലിവിഷൻ കണ്ടതെന്ന് ഓർമ്മയുണ്ട്? എൻ്റെ ഇതിന് എന്ത് പ്രായം ഉണ്ടെന്ന് എനിക്കറിയില്ല. MA പഠിക്കുന്നല്ലേ ഓർമ്മ, BA പഠിക്കുന്നു അല്ലേ? എൻ്റെ ഇത് ആദ്യമായിട്ട് ടെലിവിഷൻ കണ്ട എപ്പോഴാണെന്ന് ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള ഈ വ്യത്യാസം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഏത്? ഈ പ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഡിജിറ്റൽ സാക്ഷരത നേടേണ്ടതുണ്ട്. ഇനി നമ്മൾ കുട്ടികളുടെ കേസിൽ, നമ്മുടെ പുതിയ തലമുറയുടെ കേസിൽ അവരെ വിശ്വാസവാഹകരാക്കാതെ ഏതെങ്കിലും വിശ്വാസം വഹിക്കുന്ന ഒരു തലമുറയിൽ എന്തോ വലിയ ഊറ്റം കൊള്ളാതെ ഏതെങ്കിലും ഒരു ഒറ്റ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ കാണാതെ ചൊല്ലാനുള്ള കഴിവിനെ വല്ലാതെ ആഘോഷിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് ഈ തെളിവ് പരിശോധിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. പറയുന്ന കാര്യത്തിന്റെ തെളിവ് വെച്ചിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറയാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. നമ്മൾ പറയുന്നതൊക്കെ കൊള്ളാം, ഗുഡ്, തെളിവ് എവിടെ എന്ന് ചോദിക്കാൻ പ്രാപ്തരായ ആളുകളാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. നുല്യസ് ഇൻ വെർബ എന്നാണ് റോയൽ സൊസൈറ്റിയുടെ ആപ്തവാക്യങ്ങളിലുണ്ട്. ആരുടെയും വാക്കിന് അങ്ങനെ പ്രത്യേകിച്ച് കനമൊന്നുമില്ല. ആരുടെയും വാക്കിന് ഒരു പ്രത്യേകിച്ചുള്ള ഒരു പരിഗണനയും ഇവിടെ ഇല്ല. ഓക്കെ, നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾ ആരായാലും ശരി ഡേറ്റ കാണിച്ചിട്ട് സംസാരിച്ചാൽ മതി. ഡേറ്റ എന്നൊരു വാക്കൊക്കെ ഉണ്ട്, നമ്മൾ ശീലിക്കാത്ത ചില കാര്യങ്ങളൊന്നും കൂടിയുണ്ട്. ഡേറ്റ കാണിച്ചിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളൊക്കെയാണോ വേണ്ടത്, അതൊക്കെയാണ് നമ്മുടെ പ്രതിരോധം. ഒരു കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച ഒരു ഭൂമികയാണ്, പലരാണ് ചോദിച്ചത്. പക്ഷെ ഒരു കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തപ്പെട്ട ഒരു ഭൂമികയാണ്. ചോദ്യം ചോദിച്ചവരാരാവട്ടെ, ആരാണ് ഗുരുവാവട്ടെ, സഹോദരൻ അയ്യപ്പനാവട്ടെ, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളാവട്ടെ, കേശവദേവാവട്ടെ, ഇവരൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ, അവരൊക്കെ നിലകൊണ്ട ചില ആവശ്യങ്ങൾ, അവരൊക്കെ മുന്നോട്ട് വെച്ച ചില മാറ്റങ്ങൾ, അങ്ങനെ ഒരു ഭൂമിയാണിത്. അപ്പൊ ആ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഈ ഓജസ് നഷ്ടപ്പെട്ട അപകടകരമായ ആശയങ്ങളെ വീണ്ടും നവീകരിച്ച് കൊണ്ടുവരുന്ന ജാതിബോധവും മതബോധവും ഒക്കെ വീണ്ടും എന്തോ ഭയങ്കര ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയതാണ് എന്ന്
നമ്മളുടെ കുട്ടികളോട് സംസാരിക്കുന്നവരെ പ്രതിരോധിക്കണമെങ്കിൽ അതിൽ ചോദ്യം ചോദിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. അങ്ങനെ ചോദ്യം ചോദിക്കാൻ അവരെ പ്രാപ്തരാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ രീതി അവർക്ക് സ്വായത്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കണം ചോദ്യം ചോദിക്കാൻ പറ്റുമത്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ഒരു ഭൂമിയായി മാറട്ടെ കേരളം. ഇപ്പോൾ ഒരു കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിന് കാരണം നമ്മുടെ മുൻപേ നടന്നവരൊന്നും ഭയപ്പെട്ടിരുന്നില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. കാരണം അവർ ഭയപ്പെടാതിരുന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടായിരുന്നു. അവരൊരു ആശയത്തിന് വേണ്ടിയാണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളും ആശയങ്ങളും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ ചോദ്യം ചോദിക്കാൻ നമുക്കും ഭയമുണ്ടാവില്ല, നമ്മൾ കഴിഞ്ഞു വരുന്നവർക്കും ഭയമുണ്ടാവില്ല. അറിവ് സ്വാതന്ത്ര്യം കൊണ്ടുവരും എന്നൊരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ആ അറിവിനെ സ്വതന്ത്രമാക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. യുക്തിചിന്ത ഒരു സമൂഹത്തെ വഴി നടത്തും എന്ന് കേരളത്തിൽ ഒരുപാട് വട്ടം നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. ആ യുക്തിചിന്തയെ സ്വതന്ത്രമാക്കേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ. അങ്ങനെ വീണ്ടും കേരളം ഉണർന്നെണീക്കും എന്ന പ്രതീക്ഷ ബാക്കി വയ്ക്കാൻ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയണം. അതിനുള്ള തുടക്കമാവട്ടെ പാലക്കാട് ജില്ലാ സമ്മേളനം എന്ന് പറഞ്ഞ് പാലക്കാട് ജില്ലാ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു എന്നുകൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.